ഹലോ ഫ്രണ്ട്സ്, വെൽക്കം അഗെയിൻ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 6 ഇയർ ഓൾഡിൻ്റെ ലെഗിങ്സ് പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ഈ പാറ്റേൺ ഉണ്ടാക്കുന്നത് ട്രേസ് ചെയ്തിട്ടല്ല, മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് വേണം. അതെന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ്സൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്കിനി ഇത് മാർക്ക് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ സെൻറ്റർ ലൈൻ വരച്ചു. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ലെഗിങ്സിൻ്റെ ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ ആ സെൻറ്റർ ലൈനിൽ ഞാൻ 21.5 ഇഞ്ചസ് മാർക്ക് ചെയ്യാൻ പോവാണ്. അതാണ് എനിക്ക് ആവശ്യമുള്ള ലെഗിങ്സിൻ്റെ ഫുൾ ലെങ്ത്ത്. അപ്പോൾ 21.5 ഇഞ്ചസ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ആങ്കിൾ സർക്കംഫറൻസ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് 7 ഇഞ്ചസ് ആണ്. അപ്പോൾ അത് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 3.5 ഇഞ്ചസ് രണ്ട് സൈഡിലോട്ടും വരുന്നത് പോലെ വെച്ചിട്ടാണ് നമ്മൾ ആ 7 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നീ ടു ആങ്കിൾ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യാം. സോ 11.5 ഇഞ്ചസ് ആണ് നമ്മുടെ നീ ടു ആങ്കിൾ ലെങ്ത്ത്. അത് മാർക്ക് ചെയ്തിട്ട് അപ്പോൾ ആ നീഡ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്താണ് നമ്മളിനി നീ സർക്കംഫറൻസ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നീ സർക്കംഫറൻസ് 12 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ 6 ഇഞ്ചസ് രണ്ട് സൈഡിലോട്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആ 12 ഇഞ്ചസിന് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇനി റിമൈനിങ് ഉള്ള ലെങ്ത്താണ് നമ്മുടെ വേസ്റ്റ് ടു നീ ലെങ്ത്ത് 10 ഇഞ്ചസ്. ഇപ്പോൾ ഈ ലൈനിൽ തന്നെ നമ്മൾ ആദ്യം ഫ്രണ്ട് റൈസിൻ്റെ ഹൈറ്റ് നമ്മൾ എത്രയാണോ എടുത്ത് വെച്ചിരിക്കുന്നത് അത് മാർക്ക് ചെയ്യുക, 5 ഇഞ്ചസ്. ഇനി ഈ പോയിൻറ്റിലാണ് നമ്മുടെ തൈ സർക്കംഫറൻസ് മാർക്ക് ചെയ്യുന്നത്. സോ അതൊരു 14 ഇഞ്ചസ്. അപ്പോൾ രണ്ട് സൈഡിലും 7 ഇഞ്ചസ് വരുന്നത് പോലെ ഒരു 14 ഇഞ്ചസിൻ്റെ ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പം ഇപ്പോൾ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ 3 ലൈനും നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് റൈസിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പം ഞാൻ ഡിഫോൾട്ടായിട്ട് ഫ്രണ്ട് റൈസിന് 1 ഇഞ്ചസും ബാക്ക് റൈസ് ഡെപ്ത്തിന് ഒരു 2 ഇഞ്ചസുമാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ടും ഈ ഡെപ്ത്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഡെപ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് റൈസിൻ്റെ ഹൈറ്റും ബാക്ക് റൈസിൻ്റെ ഹൈറ്റും മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് റൈസിൻ്റെ ഹൈറ്റ് ഒരു 5 ഇഞ്ചസും ബാക്ക് റൈസിൻ്റെ ഹൈറ്റ് 7 ഇഞ്ചസും നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് നമുക്ക് വെർട്ടിക്കലി ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ രണ്ട് ലൈൻസും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. പാറ്റേൺ മേക്കിങ്ങിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ കോർണേഴ്സൊക്കെ ഒന്ന് റൈറ്റ് ആംഗിൾസ് ആക്കേണ്ടി വരും. അപ്പോൾ ഈ കോർണറിൽ നമുക്ക് ആദ്യം ഒരു റൈറ്റ് ആംഗിൾ ലൈൻ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പുതിയ ലൈനിലോട്ട് നമുക്ക് ബാക്ക് റൈസിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ. നെക്സ്റ്റ് നമുക്ക് ഈ കോർണറും ഒന്ന് റൈറ്റ് ആംഗിൾ ആക്കണം. സോ ആ ലൈനിൽ നമുക്ക് സ്കെയിലിങ്ങനെ വെച്ചിട്ട് അതിന് റൈറ്റ് ആംഗിളിൽ ഒരു ലൈനിങ്ങനെ വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു കേർവായിട്ട് നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഒരു ക്രോച്ചിൻ്റെ ആ കേർവ് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് കേർവായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് അതുപോലത്തെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ആങ്കിൾ പോർഷനിലും ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ലെഗിങ്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മളത് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സീം അലവൻസസ് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ വേസ്റ്റിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. സോ ഞാനൊരു 1.5 ഇഞ്ചസ്
ആണ് വേസ്റ്റ് ലൈനിൽ സീം എലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സീം എലവൻസസ് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഫ്രണ്ട് ബാക്ക് പോർഷനും എത്ര ഇഞ്ചസ് ആണ് സീം എലവൻസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ പാറ്റേൺ റെഡിയാണ്. അപ്പോൾ ഇവിടെ 6 ഇയർ ഓൾഡിൻ്റെ ലെഗിങ്സ് പാറ്റേൺ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ലെഗിങ്സ് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.